മുട്ടുവേദനയ്ക്ക് ഒരു അഭിപ്രായം ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് കിട്ടി, സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് പോയ വേറൊരു അഭിപ്രായം, തേർഡ് ഒപ്പീനിയൻ പോയപ്പോൾ വേറൊരു അഭിപ്രായം. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന പേഷ്യൻസ് എങ്ങനെ ഒരു തീരുമാനം എടുക്കും? പേഷ്യൻസ് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിലേ മെഡിക്കൽ എവിഡൻസ് എന്താണെന്ന് പേഷ്യന്റ് അറിയണം. ഡോക്ടറെ കഴിഞ്ഞ 15 കൊല്ലത്തെ 20 കൊല്ലത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഡോക്ടർ ഈ പ്രശ്നത്തിന് ഈ ചികിത്സയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന് ലെവൽ 5 എവിഡൻസ് തന്നെ അർത്ഥം. അതായത് ആ എവിഡൻസിൽ മെഡിക്കൽ എവിഡൻസിന് വലിയ വാല്യൂ ഇല്ല എന്നാണ് അർത്ഥം. നല്ലൊരു എവിഡൻസ്, മെഡിക്കൽ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ലെവൽ 1 എവിഡൻസ് ആണ്. ലെവൽ 1 എവിഡൻസ് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി RCT എന്ന് പറയും. RCT എന്ന് പറഞ്ഞാൽ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. അതായത് 100 പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നു, അതിൽ 50 പേരെ റാൻഡമായിട്ട് ഒരു ഗ്രൂപ്പിലിടുന്നു, വേറെ 50 പേരെ വേറെ ഒരു ഗ്രൂപ്പിലിടുന്നു. ഈ 50 പേർക്ക് ഒരു ചികിത്സ തരുന്നു, ബാക്കിയുള്ള വേറെ 50 പേർക്ക് വേറൊരു ചികിത്സ കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത ഒരു 5 കൊല്ലത്തില് ഇവരുടെ ട്രീറ്റ്മെന്റിന്റെ ഔട്ട്കം എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിക്കുന്നു. ഈ പേഷ്യൻസിനും അറിയാൻ പാടില്ല എന്ത് ചികിത്സയെ തന്നത് എന്നാൽ, ഈ അസസ് ചെയ്യുന്ന ഈ വേറൊരാളുടെ അടുത്ത് കൊടുക്കുന്ന ആൾക്കും അറിയാൻ പാടില്ല ഏത് പേഷ്യൻസ് ഏത് ഗ്രൂപ്പിലാണെന്ന്. ഇതിനെക്കുറിച്ച് പഠനം ചെയ്യുന്ന എനിക്കും അറിയാൻ പാടില്ല ഏത് പേഷ്യന്റ് ഏത് ഗ്രൂപ്പിലിട്ടിരിക്കുന്നത്. അപ്പൊ ട്രിപ്പിൾ ബ്ലൈൻഡഡ്, 3 പേരും അറിയാത്ത ഒരു ട്രിപ്പിൾ ബ്ലൈൻഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിക്കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന റിസൾട്ടാണ് ലെവൽ 1 എവിഡൻസ്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ലെവൽ 1 എവിഡൻസ് ആണെങ്കിൽ ദെൻ യു ആർ ഗുഡ് ടു ഗോ. അല്ലാതെ 10-15 കൊല്ലമായിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ അസുഖത്തിന് ഈ ചികിത്സയാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്, 25 കൊല്ലമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് എങ്കിൽ അതിനത്ര വാല്യൂ ഇല്ല മെഡിക്കൽ എവിഡൻസ് പ്രകാരം. ലെവൽ 1 എവിഡൻസ്, ഹൈ ക്വാളിറ്റി RCT അല്ലെങ്കിൽ കൺസെൻസസ് ഗൈഡ് ലൈൻസ്, ഇതിലെയാണ് വാല്യൂ ഉള്ളൂ.